Hello everyone, welcome to Groww Malayalam. This is Shayas Rafia Moideen. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെയുള്ള ധാരാളം ചാനലുകളും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ സ്റ്റോക്ക് ടിപ്പുകളും സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ബൈ സെൽ ടാർഗറ്റ്സും റെക്കമെൻഡേഷൻസും ഒക്കെ നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഗ്രോ അത് ചെയ്യാറില്ല. സെബിയുടെ രജിസ്ട്രേഡ് സ്റ്റോക്ക് ബ്രോക്കറും റിസർച്ച് അനലിസ്റ്റും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുമായിട്ട് പോലും ഗ്രോ തങ്ങളുടെ യൂസേഴ്സിനും വ്യൂവേഴ്സിനും ഒരു തരത്തിലുള്ള സ്റ്റോക്ക് ടിപ്സ് അല്ലെങ്കിൽ പ്രൈസ് ടാർഗറ്റ്സ് നൽകാറില്ല. എന്തുകൊണ്ട് എന്നറിയണ്ടേ? ഇതിന് പിന്നിൽ പല പ്രാക്ടിക്കൽ റീസൺസും ഉണ്ട്. എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം. വൈ ഡസൻ ഗ്രോ ഗീവ് സ്റ്റോക്ക് ടിപ്സ്? ഒന്നാമതായി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമായിരിക്കണമെന്നാണ് ഗ്രോ വിശ്വസിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ഈ തീരുമാനം മറ്റാരുടെയും അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കരുത്. നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും റിലവൻ്റ് ആയ ഇൻഫോർമേഷൻസ് നൽകുകയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി സിമ്പിൾ ആക്കുകയും ഒക്കെ ചെയ്ത് ആവശ്യത്തിന് ഇൻഫോർമേഷൻ കിട്ടിയതിന് ശേഷം തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. ഗ്രോയുടെ അഭിപ്രായത്തിൽ സ്റ്റോക്ക് ടിപ്സ് അല്ലെങ്കിൽ പ്രൈസ് ടാർഗറ്റ്സ് തരുന്ന പരിപാടി ശരിയല്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രവചിക്കാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും തന്നെ കഴിയില്ല. ഞങ്ങളുടെ വ്യൂവേഴ്സിൻ്റെയും യൂസേഴ്സിൻ്റെയും ക്യാപിറ്റലിൻ്റെ സേഫ്റ്റി ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ ആരും തന്നെ എക്സ്പേർട്ട് അല്ല, വിദഗ്ധരല്ല. ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ധാരാളം മുൻകാല ഉദാഹരണങ്ങളും മതിയായ ഡാറ്റയും ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ചിന്തിക്കുന്നവരാണ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് പോലും. പീറ്റർ ലിഞ്ച് പറയുകയുണ്ടായി, ഇൻട്രസ്റ്റ് റേറ്റ്സ്, എക്കോണമിയുടെ ഫ്യൂച്ചർ ഡയറക്ഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രവചനങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ ശരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്ന്. അതുകൊണ്ട് മുൻകാലങ്ങളിലെ ഡാറ്റ വെച്ചോ അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ച ചില ഫോർമുലകൾ വെച്ചോ ആരെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് ടാർഗറ്റുകളോ ബൈ സെൽ റെക്കമെൻഡേഷനുകളോ തരികയാണെങ്കിൽ അവരെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. കാരണം അവരുടെ പ്രെഡിക്ഷൻ തെറ്റായി കഴിഞ്ഞാൽ പോകുന്നത് നമ്മുടെ കാശാണ്, അവരുടേതല്ല. ഗ്രോ ഏതായാലും ഇത്തരം പരിപാടികളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അടുത്ത 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് XYZൻ്റെ സ്റ്റോക്ക് ഇത്ര % ഉയരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് പ്രൈസ് ടാർഗറ്റുകൾ തരുന്നവരെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയുടെ സ്റ്റോക്കിനെ കുറിച്ച് പബ്ലിക്കലി അവൈലബിൾ ആയ എല്ലാ ഇൻഫോർമേഷൻസും ന്യൂസും കൂടി കണക്കിലെടുത്താണ് കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് ഉയരുന്നതും താഴുന്നതും ഒക്കെ തന്നെ. ഏതൊരു സ്റ്റോക്കിൻ്റെയും വിലയെ, പ്രൈസിനെ നമ്മൾ കാണേണ്ടത് ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ്. ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനിയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന ഇൻഫോർമേഷനാണ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്കിൻ്റെ വില അണ്ടർ വാല്യൂഡ് ആണ് അല്ലെങ്കിൽ വേണ്ടതിലും കുറവാണ് എന്ന് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ മൊത്തം മാർക്കറ്റിൻ്റെയും അനാലിസിസിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ആ വെല്ലുവിളി എപ്പോഴും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സ്റ്റോക്ക് ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള ബൈ സെൽ ടിപ്പുകളോ ഒക്കെ തരികയാണെങ്കിൽ അതിനെ അപ്പാടെ അങ്ങ് എടുക്കണ്ട. പകരം സ്വന്തമായി റിസർച്ച് ചെയ്ത് ഒരു തക്കതായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് തരുന്നതിന് പകരം സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യാനുള്ള ഹെൽപ്പ് ഗ്രോ നൽകുന്നു. അതിനുവേണ്ട എല്ലാ റിലവൻറ്റ് ഇൻഫോർമേഷൻസും ടൂൾസും വളരെ സിമ്പിളായി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളും നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആക്റ്റീവായി മാനേജ് ചെയ്തു പോകുന്ന മ്യൂച്വൽ ഫണ്ടുകളെ ആക്റ്റീവ് അല്ലാത്ത പാസീവ് ഫണ്ടുകൾ പെർഫോമൻസിൽ മറികടക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട റിട്ടേൺസ് നൽകിക്കൊണ്ട് സെൻസെക്സിനെ അല്ലെങ്കിൽ നിഫ്റ്റിയെ ചുമ്മാ ട്രാക്ക് ചെയ്തു പോയിരുന്ന ഫണ്ടുകളാണ് ഈ പാസീവ് ഫണ്ടുകൾ. അവ ഫണ്ട് മാനേജേഴ്സ് ആക്റ്റീവായി സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഫണ്ടുകളെ തോൽപ്പിച്ചു എന്ന് എക്കണോമിക് ടൈംസ് നടത്തിയ ഒരു പഠനം പ്രകാരം മിഡ് ക്യാപ് ആൻഡ് ലാർജ് ക്യാപ് കാറ്റഗറികളിലെ പാസീവ് ഫണ്ടുകൾ ഇതേ കാറ്റഗറികളിലെ ആക്റ്റീവ് ഫണ്ടുകളേക്കാൾ നല്ല പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 to 6 കലണ്ടർ ഇയേഴ്സിൽ. അപ്പോൾ ഹൈലി ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡുമായ ഫണ്ട് മാനേജേഴ്സ് വരെ ഇൻഡെക്സിനെ വെട്ടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ണുമടച്ച് സോഷ്യൽ മീഡിയയിലെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസിന് പിന്നാലെ പോകരുത് എന്നർത്ഥം.
കാര്യങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം ഒരു ഗസ് നടത്താൻ, ഊഹമുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ സ്റ്റോക്കിൻ്റെ ചാഞ്ചാട്ടങ്ങളെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുമായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയല്ല കാര്യം. മാർക്കറ്റിൻ്റെ വൊളറ്റിലിറ്റിയെ, അസ്ഥിരതയെ ഫേസ് ചെയ്യേണ്ടി വരിക, ഇറക്കിയ പണം നഷ്ടപ്പെടുക എന്നതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ജേണിയുടെ ഭാഗമാണ്. നിങ്ങളുടെ റിസ്ക്കും വൊളറ്റിലിറ്റിയും കുറച്ചുകൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റായി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റലും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബെറ്റർ ഇൻവെസ്റ്റർ ആക്കാൻ നിങ്ങളെ സഹായിക്കുകയാണ് ഗ്രോ ചെയ്യുന്നത്. നമ്മുടെ ഗ്രോന് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ബ്ലോഗ്സ്, ന്യൂസ് എല്ലാം ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.